ഈ കേരളത്തിലെ വി ഡി സതീശൻ മന്ത്രിസഭ ചുമതലയേറ്റിട്ട് കഴിഞ്ഞ ദിവസം 1 മാസം പൂർത്തിയായി. നമ്മളെല്ലാവരും അതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഗുണം തന്നെയാണ് മുകളിലോട്ട് നിൽക്കുന്നത്. കാരണം വളരെ നല്ലൊരു തുടക്കം കുറിക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞ് കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു. വളരെ ചില്ലറ പ്രശ്നങ്ങൾ ആദ്യം ഉദിച്ചതൊക്കെ തന്നെ കൃത്യമായി പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പോഴും വരുന്ന വേറൊരു കാര്യമുണ്ട്, ആരും ചർച്ച ചെയ്യാതെ പോകുന്നൊരു കാര്യമാണ്. കേരളത്തിൽ KPCC പ്രസിഡൻറ്റ് ഇപ്പോൾ 2 ജോലിയാണ്. മന്ത്രിപ്പണിയുണ്ട്, അദ്ദേഹം KPCC പ്രസിഡൻ്റാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയുമാണ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാണ്. ഈ 2 പദവികളിലേക്കും 1 മാസമായിട്ടും ഇനി എന്തുകൊണ്ട് ഒരാളെ കണ്ടെത്തില്ല? കാരണം സംഘടന ചലിപ്പിക്കണ്ടേ? അധികാരം കിട്ടിയ നല്ല കാര്യമാണ്. ഈ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഘടന മറക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണോ ഇവിടെ സംഭവിച്ചതെന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും. ഈ KPCC പ്രസിഡന്റിന്റെ ഒരു ഡബിൾ ബ്ലോ അടുത്ത കഴിഞ്ഞ ദിവസം കിട്ടിയതുള്ളൂ. 2 രീതിയിൽ അദ്ദേഹത്തിന് അടി കിട്ടിയത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ബന്ധു നിയമനം നടത്തിയതുകൊണ്ട് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു അടിയായി, മന്ത്രി എന്നുള്ള നിലയിലും അടിയായി. 2 രീതിയിൽ അടിയായിട്ടുണ്ട്. അതായത് KPCC പ്രസിഡന്റിന്റെ ബന്ധു അതേസമയം തന്നെ റവന്യൂ മന്ത്രിയല്ലോ വൈദ്യുതി മന്ത്രിയുടെ ബന്ധു എന്ന നിലയിൽ 2 അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞു വരുന്ന കാര്യം, ഈ അധ്യക്ഷ സ്ഥാനങ്ങൾ ഫില്ല് ചെയ്യാൻ ഒരു താല്പര്യം ആർക്കും കാണുന്നില്ല. ഇത് ഇവരെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അല്ല, ഇത് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ KPCC തീരുമാനിക്കുകയോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം. കേരളത്തിൽ സംഘടനയെ വളർത്തണം എന്നാണ് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അതും കൂടെ നോക്കണം. കാരണം ഇത് എല്ലാ കാലവും കേരളം ഭരിക്കാൻ പോകുന്നില്ലല്ലോ. അടുത്ത 5 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ 3 വർഷം കഴിയുമ്പോൾ പോലും 2029 ഇലക്ഷൻ നടത്താനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഈ സംഘടനയെ ബലപ്പെടുത്തണ്ടേ? ഈ വേറെ എന്തെങ്കിലും പണിയുള്ളവർ ഇത് ഏൽപ്പിക്കാതിരിക്കും. ഇപ്പം നേരത്തെ ചില ചർച്ചകളൊക്കെ നടന്നപ്പോഴേക്കും MPമാരും MLA മാരും വന്നു എന്ന് പറയും പ്രസിഡന്റ്. അതൊന്നും അല്ലാത്ത വേറെ എത്രയോ പ്രമുഖരായ നേതാക്കൾ കേരളത്തിലുണ്ട്. അല്ല, ഇതിന്റെ കൂട്ടത്തിൽ ഈ UDF കൺവീനർ കൂടി മാറേണ്ടതുണ്ട്. ഈ 3 പേരും മാറണം. അതായത് അടൂർ പ്രകാശും സണ്ണി ജോസഫും OJ ജനീഷും. അതാണല്ലോ അടൂർ പ്രകാശ് UDF കൺവീനർ, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്, OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഇത് ഈ 3 പേരും മാറേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇരട്ട ഭാരവാഹിത്വം എന്നുള്ളത് ഇനി ഈ പാർട്ടിക്ക് മുന്നോട്ട് കൊണ്ടുവന്നത് ഒരു കാരണവശാലും നല്ലതായിരിക്കും. അത് നയപരമായി ശരിയല്ല. അത് കാരണം ഈ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അതെ, വൈദ്യുതി മന്ത്രി എന്ന് പറഞ്ഞാൽ വൈദ്യുതി ചെറിയ വകുപ്പല്ല, അത് ഭാരിച്ച വകുപ്പ് തന്നെയാണ്. ഈ 2 കൂടെ ഒരാളെ കൊണ്ട് എങ്ങനെ കൈകാര്യം പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് മന്ത്രി ഓഫീസിലിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര ഗ്രിഡ് എന്നുള്ള വൈദ്യുതി കുറയുന്നുണ്ട്, രാത്രി പവർ കട്ടൊക്കെ വരുന്നുണ്ട്, മഴക്കാലമാണ്, ഇങ്ങനെ ഒരുപാട് വൈദ്യുതി മന്ത്രിക്ക് നേടാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനിടെ കൂടെ ചെന്ന് KPCCയിൽ അവിടുത്തെ കാര്യങ്ങൾ നടത്തണമെന്ന് പറഞ്ഞാൽ ഭരണം കിട്ടിയാലും സംഘടന നടത്തിക്കൊണ്ട് പോകണ്ടേ? സംഘടനയുണ്ട്, വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, അവരും മന്ത്രിമാരില്ലേ? അതെ, വർക്കിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എല്ലാവരും മന്ത്രിമാരായി. PC വിശ്വനാഥല്ലേ, ലിജു ഒക്കെ ഉണ്ട്, അവരെല്ലാവരും മന്ത്രിമാരായി. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ഒന്നാമത്തെ വിഷയം എനിക്ക് തോന്നുന്നത്, ഈ KPCC പ്രസിഡന്റ് ആകാൻ ഭയങ്കര അടി നടക്കും. അത് നമ്മുടെ ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന ആ അടിയുടെ കാലത്ത് തന്നെ KPCC പ്രസിഡന്റ് ആയ ഉടുപ്പം തയ്പ്പിച്ച് കുറച്ച് പേര് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവരുടെ ആ ഒരു തള്ളൽ, അല്ലെങ്കിൽ ഈ അടിപിടി, KPCC പ്രസിഡന്റ് ആകാനുള്ള അടിപിടി, അതൊന്ന് ഒഴിവാക്കിയതിന് ശേഷം സമാധാനത്തിൽ ഒരാളെ പെട്ടെന്ന് പ്രഖ്യാപിക്കാമെന്ന് ഹൈക്കമാൻഡ് ഒരു പക്ഷേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം. അതിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിവിടെ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, 2001 AK ആന്റണി മുഖ്യമന്ത്രിയായി വന്ന ആ സന്ദർഭത്തിൽ AK ആന്റണി സത്യം പറഞ്ഞതിന് തൊട്ട് മുമ്പ് KPCC പ്രസിഡന്റിനെ മാറ്റി, തെന്നാലി ബാലകൃഷ്ണപിള്ള, എന്നിട്ട് പകരം K മുരളീധരനെ നിയോഗിച്ചു. അപ്പോൾ അതിൻ്റെ നൈതികമായ വശങ്ങളൊക്കെ വേറെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഗ്രൂപ്പിസായിരുന്നു അത്. പിന്നെ അന്നത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു സംഘടനയെ തെരഞ്ഞെടുപ്പിലേക്ക് വിജയിപ്പിച്ച KPCC പ്രസിഡന്റ് ഫലം വന്നതിൻ്റെ പറ്റൊന്നും മാറ്റുക എന്ന് പറഞ്ഞത് ശരിയായ നടപടിയല്ല. എങ്കിൽ പോലും K മുരളീധരനെ പോലെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളിനെ ആ പദവിയിലേക്ക് നിയോഗിച്ചു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. വേറെ വശം നോക്കുമ്പോൾ തെന്നാലിക്ക് അതിൽ പരാതിയൊന്നും അദ്ദേഹം പറഞ്ഞതുമില്ല. അപ്പോൾ ആ മന്ത്രിസഭയുടെ കാലത്ത് കൃത്യമായി KPCC ഈ മന്ത്രിസഭയും തമ്മിൽ നല്ലൊരു ബന്ധം പോയിക്കൊണ്ടിരുന്നു. പിന്നീടാണ് അവർ അവസാന ഘട്ടത്തിൽ അത് പിന്നെ തെറ്റാനൊക്കെ തുടങ്ങിയത്. എന്നാൽ കുറേ കാലങ്ങൾ അവർ നന്നായി തന്നെ പോയി. അപ്പോൾ അതുപോലെ ഈ സർക്കാരിന് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്തരത്തിലുള്ള KPCC പ്രസിഡന്റ് അവിടെ വേണം. അല്ല, ഈ കേരളം കണ്ട ഏറ്റവും മികച്ച KPCC പ്രസിഡന്റുമാരിൽ ഒരാളായിട്ടാണ് K മുരളീധരൻ മാറി. ഒരു സംശയം വേണ്ട. ഇന്ന് അവിടെ കാണുന്ന വലിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് മുരളീധരൻ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രം സംഭവിച്ചു. ജില്ലകളിലും ആസ്ഥാന മന്ത്രി ഉണ്ടായി. അദ്ദേഹം അങ്ങനെ ഒരു രീതി ചെയ്തു. പക്ഷെ അദ്ദേഹം അതിനുശേഷം പിന്നീട് വലിയ ഗ്രൂപ്പ് കളിക്കാനും അതല്ല, അതുകൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ട് അന്ന് വൈദ്യുതി മന്ത്രി ആയെങ്കിലും 6 മാസം കഴിയുമ്പോൾ രാജിവെക്കുന്നത്. 6 മാസം പോലും എടുത്തില്ല. അതെ, അങ്ങനെ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ KPCC പ്രസിഡന്റ് ആകാൻ മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ എല്ലാവരും ഒന്നുകിൽ MPമാരോ അല്ലെ MLAമാരോ അങ്ങനെ എന്തെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് അല്ലേ?
MP ആണ്. അത് 89 മുതൽ MP ആണ്. അദ്ദേഹം 1-2 തവണ അങ്ങോട്ട് അദ്ദേഹം പറയുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പിന്നോക്ക ജാതിക്കാരനായതുകൊണ്ട് അർഹനാണ് അദ്ദേഹം. KPCC പ്രസിഡന്റ് ആവാൻ അദ്ദേഹം അർഹനാണ്. പക്ഷേ ഈ പിന്നോക്ക ദളിത് സംവരണത്തിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് ആയാൽ കേരള ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായിട്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് നമ്മൾ അതിന് ഇപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ വേറൊരാൾ, പക്ഷേ അദ്ദേഹം ഇപ്പോൾ MP ആയ സ്ഥിതിക്ക് അതിന് ഒരിക്കലും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു ഭംഗി. എന്തായാലും അദ്ദേഹം MP ആണല്ലോ. പിന്നെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിക്കൊണ്ട് ഇവിടെ നിന്ന് അദ്ദേഹത്തെ KPCC നയിക്കാൻ സാധിക്കും? ഇല്ല. അദ്ദേഹം അതുപോലെ ആന്റോ ആന്റണി MP അദ്ദേഹവും MP ആണ്. പിന്നെ UDF കൺവീനർ സ്ഥാനത്തേക്ക് ബെന്നി ബെഹനാനും MP ആണ്. ഇപ്പം സത്യത്തിൽ ഇപ്പം നമ്മുടെ ഇദ്ദേഹം വാഴക്കനെ പോലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ പണിയില്ലാതെ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് എന്തുകൊണ്ട് യോഗ്യനാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ തലമുറ കടന്നു വന്ന ഒരാളാണ് അദ്ദേഹം. ഒരു തവണ MLA ആയിട്ടുള്ളൂ. അവരെയൊക്കെ സത്യം പറഞ്ഞാൽ രാജ്യസഭയിലേക്ക് അയക്കും, അതല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ആക്കണവരെ. പണ്ടൊക്കെ KPCC പ്രസിഡന്റ് ആകുന്ന ആള് രാജ്യസഭ അംഗമൊക്കെ വരെ. കാരണം ഈ ഡൽഹി യാത്ര നിരന്തരം നടത്തേണ്ടല്ലോ ഹൈക്കമാൻഡുകളുടെ കാര്യമൊക്കെയല്ല. അപ്പോൾ അത് ഒരു ഗുണം ചെയ്യും. കാരണം MP ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടല്ലോ. ഡൽഹി പോയി താമസിക്കുന്ന സംവിധാനമുണ്ട്, അതിന് പൈസ KPCC മുടക്കേണ്ട. വിമാനയാത്ര, ഒരുപാട് വിമാനയാത്രകൾ MP കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പണ്ട് AK ആന്റണിയും തെന്നലയും അതുപോലെ മറ്റ് പലരും വയലാർ രവിയൊക്കെ തന്നെ KPCC പ്രസിഡന്റാണ് രാജ്യസഭ അംഗമായിരുന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി അത് ഏറെ നേട്ടമുണ്ടാക്കുന്ന കാര്യം കൂടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ എന്താണ് ഒരാളിനെ കിട്ടാൻ പാർട്ടിക്ക് ബുദ്ധിമുട്ടാണോ? ഇത്രയും വലിയ പാർട്ടിക്ക് എല്ലാവരും മന്ത്രിയാന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ല വാഴക്കനെ പോലെ മന്ത്രിയൊന്നും ആവാത്ത ഒരുപാട് പേരോടെ ബാക്കി നിൽപ്പുണ്ട്. അവരെ ആക്കാം, അല്ലെങ്കിൽ യുവതലമുറയിൽ ഒരാളെ കണ്ടെത്താം. അതുപോലെ ഈ OJ ജനീഷിൻ്റെ കാര്യം OJ ജനീഷ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് വരാൻ ഒരാളുണ്ടായിരുന്നെന്ന് അബിൻ വർഗി പക്ഷേ ഇപ്പോൾ MLA ആയിപ്പോയി. ഇനി അല്ലെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കേണ്ടിയിരിക്കും. അത് പിന്നെ തൽക്കാലം ഉടനെ നടപ്പുള്ള കേസല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് സത്യത്തിൽ യൂത്ത് കോൺഗ്രസിന് ഒരു ഉണർവ് കേരളത്തിൽ. സത്യമാണ്. പിണറായി വിജയൻ ഏറ്റവും അധികം ഭയന്നിരുന്നതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തെയാണ്. അയാൾ നിയമസഭയിലൂടെ എത്തുക കൂടി ചെയ്തതോടെ മൊത്തത്തിൽ നിർജീവമായിരുന്ന യൂത്ത് കോൺഗ്രസിന് വളരെ പെട്ടെന്ന് ജീവൻ വന്നു. മാത്രമല്ല നിയമസഭയിൽ അദ്ദേഹം വളരെ അധികം ഇത് ചെയ്തു. പിണറായി വിജയന്റെ കണ്ണിലെ കരടായിരുന്നു. അതിനുവേണ്ടി അയാൾ മനഃപൂർവ്വം അയാൾ പെരുമാറി. അയാൾക്ക് വേണ്ടിയാണ് ഇയാളെ ഈ കേസുകളെല്ലാം കുടുക്കി അകത്തുകൊണ്ട് ഇട്ടത്. എന്താണെങ്കിലും ശരി, നമ്മുടെ KPCC ആണെങ്കിലും ശരി, UDF കൺവീനർ സ്ഥാനമാണെങ്കിലും ശരി, യൂത്ത് കോൺഗ്രസിന് ആണെങ്കിലും ശരി, ഇനി അത് തികച്ചും ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോയാൽ, ആ പാർട്ടിയെ കൂടെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ കേരളത്തിൽ അവർക്ക് പിടിയുറപ്പിക്കാം. BJP ആകട്ടെ CPM ആകട്ടെ അവർ ആഞ്ഞ് ശ്രമിച്ചാൽ, എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും കോൺഗ്രസിനെ തറ പറ്റിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ ഒരു അവസരം സുവർണാവസരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറ്റും. ചെയ്യണം. കാരണം ഭരണം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അതിലങ്ങ് അഭിരമിച്ചിരിക്കുന്നത് ശരിയല്ല. സംഘടന ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മൾ നോക്ക്. ഈ ഇപ്പം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളും മുഖ്യമന്ത്രിയായപ്പോൾ വേറെ ആളിനെ വെച്ചു. എല്ലാവരും അങ്ങനെയാണ്. CPI എല്ലായിടത്തും ഒരു പദവി വഹിക്കുന്ന ആൾ വേറെ പദവിയിലേക്ക് പോകുമ്പോൾ അതിന് വേറെ ആളിനെ വയ്ക്കും. കോൺഗ്രസ് പോലെ ഇത്രയും വലിയൊരു പാർട്ടിക്ക്, ഇത്രയും നേതാക്കന്മാരുടെ നീണ്ട നേരമുള്ളൊരു പാർട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരം, ഈ MP മാരും ഈ MLA മാരുമായിട്ടുള്ള ആൾക്കാർ KPCC പ്രസിഡന്റായി വരരുത് എന്ന് തന്നെ. അവർക്ക് സമയമില്ലല്ലോ. ഒരു MP-ക്ക് MLA-ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതെ, അതിനകത്തൊരു സാമുദായിക സംവരണം ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പൊ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞവരെ KPCC പ്രസിഡന്റ് ആക്കാൻ നിൽക്കുകയേ ചെയ്യരുത്. അതും കൂടി ഒരു ഇതാണ്. ഇപ്പൊ നേരത്തെ പണ്ട് തെന്നല ബാലകൃഷ്ണപിള്ളയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. പക്ഷെ അദ്ദേഹം KPCC പ്രസിഡന്റ് എന്നുള്ളതിൽ നല്ല പ്രവർത്തനമാണ് അദ്ദേഹം അന്ന് കാഴ്ചവെച്ചത്, അല്ലെ? അതെ, പകരക്കാരനായിട്ടാണ് വന്നത്. AK ആന്റണി KPCC പ്രസിഡന്റ് ആകുമ്പോൾ അത് അവിഭക്ത കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസ് ഒന്നും 32 വയസ്സേ ഉള്ളൂ KPCC പ്രസിഡന്റ് ആകുമ്പോൾ. അത് നമ്മൾ ഓർത്തോളൂ. അതെ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാനുള്ള പ്രായമുള്ളൂ. അത് 37 വയസ്സിൽ മുഖ്യമന്ത്രിയായി. അതാണ്, അത്രയ്ക്ക് കഴിവുള്ള ആളായിരുന്നു. അതൊരു കാര്യം. എന്ത് പറഞ്ഞാലും ശരി, ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിജയത്തിന്റെ ഒരു തിളക്കവും ഇപ്പോൾ ഈ ഭരണത്തിന്റെ ഒരു തിളക്കവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള സംഘടനയെ ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളെ കൊണ്ടുവരണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വിജയിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രം ജോലി ഉണ്ടല്ലോ. പിണറായി വിജയൻ സംഘം കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളുടെയും കൂടെ ഫലമായിട്ട് കോൺഗ്രസിന്റെ വിജയിച്ച ആളെ KPCC പ്രസിഡന്റ് ആക്കാനാണെങ്കിൽ പിണറായി വിജയനെ നമ്മൾ KPCC പ്രസിഡന്റ് ആക്കേണ്ടി വരും. അതാണ് സത്യം. എന്താണെങ്കിലും ശരി, ഇക്കുറി നമ്മൾ ഏറ്റവും നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണെന്നാണ് ഈ നേതാക്കളോട് പറയാനുള്ളത്. ഒട്ടും വൈകാതെ തന്നെ പുനഃസംഘടിപ്പിക്കുക, പ്രസിഡന്റ് വയ്ക്കുക, നല്ലതായി പുനഃസംഘടിപ്പിക്കുക. ഒപ്പം യൂത്ത് കോൺഗ്രസിനെയും വളരെ സജീവമായ CPM-മാരെ ഒരു ആവശ്യമാണ്. കാരണം അല്ലെ പിണറായി വിജയൻ ഇനി വീണ്ടും ഭരണത്തിൽ കയറാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.